ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ നെറ്റ് സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ചാപ്റ്റർ ഫസ്റ്റ് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ചാപ്റ്റർ സെക്കൻഡാണ് ഇന്ന് മുതൽ. ആദ്യം പഞ്ചസന്ദേഹ, ഗ്രാമറിൽ വ്യാകരണത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പഞ്ചസന്ധികളെക്കുറിച്ചാണ്. ആദ്യമായിട്ട് അച്ചുസന്ധി. അച്ചുസന്ധി തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ മാഹേശ്വര സൂത്രങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് ഈ ക്ലാസ്സിലിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, മാഹേശ്വര സൂത്രങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഐ ഉൺ റുലിക്കയോങ് എന്ന് തുടങ്ങുന്ന മാഹേശ്വര സൂത്രങ്ങൾ അതൊന്ന് വായിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂത്രങ്ങൾ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം എൺ സന്ധി. ഒന്നാമത്തെ സൂത്രമാണ് ഇക്കോ എനർജി. ഇക്കഹ എണ് അജി, ഇതാണ് ഇക്കോ എനർജി. പദച്ഛേദം ഇക്കഹ എണ് അജി എന്നാണ് പദച്ഛേദം. ഇക്കഹ എന്ന് പറയുന്നത് ഷഷ്ട്യന്തം പദമാണ്. എണ് എന്ന് പറയുന്നത് പ്രഥമാന്തം പദമാണ്. അജി എന്ന് പറയുന്നത് സപ്തമ്യാന്തം പദമാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. നമുക്ക് ഈ മുന്നുള്ള എക്സാംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിക്കുമ്പോൾ ഇവർ എങ്ങനെ വേണമല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ അതിന് മുന്നത്തെ വർഷത്തെയാണെന്ന് അറിയില്ല, ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സുദ്യുപാസ്യഹ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു. അതിന് സൂത്രങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓർഡറിൽ എഴുതണം എന്നുള്ളതാണ്. പിന്നീട് ചിലപ്പോൾ അതിൻ്റെ വൃത്തി ചോദിക്കും, എങ്ങനെ വേണമല്ലോ ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ ഇത് എല്ലാ സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് പ്രതീക്ഷിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പോട്ടെ. ഇക്കോ എണജി ഇകഹ സ്ഥാനെ എണ് സ്യാദ് അജി സംഹിതായ വിഷി. ഇകഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കിൻ്റെ സ്ഥാനത്ത് എണ് വരും. എൺ സ്യാദ്, എണ് വരും. അജി സംഹിതായ വിഷയം, അച്ച് സംഹിതാ വിഷയമായി ഇരുന്നു കഴിഞ്ഞാൽ. സംഹിത എന്ന് പറഞ്ഞാൽ എന്താ? സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംജ്ഞാപ്രകരണത്തിൽ പഠിക്കുന്നതാണ് ആദ്യത്തേത് സംഹിത. പരഹ സന്നികർഷ സംഹിത, അതാണ് സംഹിത സംജ്ഞ വിധിക്കുന്ന സൂത്രം. പരഹ സന്നികർഷ സംഹിത എന്ന് വെച്ചാൽ വർണ്ണാനാം അതിശായിത സന്നിധി സംഹിത. അക്ഷരങ്ങളുടെ വർണ്ണം എന്ന് വെച്ചാൽ അക്ഷരങ്ങളുടെ പരമമായ ഒത്തുചേരലാണ് സംഹിത എന്ന് പറയുന്നത്. അത്രയ്ക്ക് അടുത്തിരിക്കുന്നതാണ് പരമമായ അതിശായിത സന്നിധി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? ഇക്കിൻ്റെ സ്ഥാനത്ത് എണ് വരും. അച്ച് സംഹിത എന്ന് വെച്ചാൽ അച്ച് പരമായിരുന്നാൽ, സംഹിതാ വിഷയത്തിൽ അച്ച് പരമായിരുന്നാൽ. ഇത് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇത് ഇക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമാണ്. എന്താ പ്രത്യാഹാരം? ഇക്ക് നമ്മുടെ മാഹേശ്വര സൂത്രങ്ങളിൽ മൊത്തത്തിൽ 44 പ്രത്യാഹാരങ്ങളാണുള്ളത്. ഇക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഉ ഋ ല്. നമ്മൾ ഐ ഉൺ ഋക്ക് എന്ന് പഠിച്ചിട്ടില്ലേ മഹേശ്വര സൂത്രങ്ങൾ? ഐ ഉൺ ഋക്ക്. ഇതിൽ ഇക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുതൽ ഖ് വരെയുള്ള ഭാഗമാണ്. ഈ ഉ ഋ ല്, ഇതാണ് ഇക്ക്. ഈ ഉ ഋ ല്, ഇതാണ് ഇക്ക്. ഈ തൊട്ട്
ഇവിടം വരെ ഖ് വരെയുള്ളതാണ് ഇക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഇക്ക് പ്രത്യാഹാരം. ഇക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈയും ഊവും റ് ല് എന്നുള്ള അക്ഷരങ്ങൾ. ഈ ണ് എന്ന് പറയുന്നത് എന്താണ്? ഈ ണ് എന്ന് പറയുന്നത് ഇത്താണ്. ഇത്ത് ലോപിച്ചു പോവും, നമുക്കറിയാലോ. അതായത് മാഹേശ്വര സൂത്രങ്ങളുടെ അവസാനത്തിലുള്ളത് ഇത്തുകളാകുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ഉൺ എന്നല്ല ണ് എന്നുള്ളത് ഇത്താണ്. അത് തസ്യ ലോപഹ എന്ന സൂത്രം കൊണ്ട് അതിന് ലോപം സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇക്ക് എന്ന് പറയുന്നത് ഈ ഉ റ് ല് എന്നുള്ള അക്ഷരങ്ങളാണ്. ഇനി എണ് എന്ന് പറയുന്നത് അത് മാഹേശ്വര സൂത്രങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നതിന് മുന്നേ മാഹേശ്വര സൂത്രങ്ങളൊന്ന് എടുത്തു വെച്ചേക്കാം. എണ് എന്ന് പറയുന്നത് യാ വാ രാ ല എന്നാണ്. അച്ച് എന്ന് പറയുന്നത് എല്ലാ സ്വരാക്ഷരങ്ങളും അച്ചാണ്. ഐ ഉ ആ ഇ ഉ ഋ ല് എ ഒ ഐ ഔ, ഇതാണ് അച്ച്. അപ്പം ഇക്കിൻ്റെ സ്ഥാനത്ത് എണ് വരും അച്ച് പരമായിട്ടിരിക്കുമ്പോഴെന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കോളൂ, ഇക്ക് എന്ന് പറയുന്നത് ഇവിടെ സന്ധി വിച്ഛേദം നോക്കിക്കോളൂ കേട്ടോ. സന്ധി വിച്ഛേദം ഇതിൽ സുധി ഉപാസ്യഹ എന്നുള്ള ഒരു വാക്ക്, രണ്ട് വാക്കുകൾ, സുധി ഉപാസ്യഹ. ഇത് സന്ധി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. സുധി, ഇവിടെ ഇക്ക് ഏതാണ്? സുധി എന്നുള്ളതിൻ്റെ ദ് പ്ലസ് ഇ ആണ് സുധി എന്ന് പറയുന്നത്. ദ് പ്ലസ് ഇ ആണ് സുധി. അപ്പം ഈ എന്നുള്ള ഭാഗം, അതായത് സുധി എന്നുള്ളത് സുധ് പ്ലസ് ഇ ആണ്. ഇതാണ് ഇക്ക്. ഈ ഇക്കിൻ്റെ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞു അച്ച് പരമായിട്ടിരിക്കുമ്പോൾ, ഇവിടെ അച്ച് എന്ന് പറയുന്നത് പരമായിട്ടിരിക്കുന്ന ഊ ആണ് അല്ലേ? ഊ ആണ് പരമായിട്ടിരിക്കുന്നത്. അന്നേരം ഇക്കിൻ്റെ സ്ഥാനത്ത് അച്ച് പരമായിട്ടിരിക്കുമ്പോൾ, ഇക്ക് ഈ ആണ്, അച്ച് പരമായിട്ടിരിക്കുമ്പോൾ എന്ത് വരും? യാ വരും അല്ലേ? അപ്പം ഇക്കിൻ്റെ സ്ഥാനത്ത് അച്ച് പരമായിട്ടിരിക്കുമ്പോൾ യാ വരും. ഇവിടെ ഇക്ക് എന്ന് പറയുന്നത് ഈ ആണ്. ഇക്ക് എന്ന് പറയുന്നത് ഈ ആണ് അല്ലേ? സുധിയുടെ ഈ. അച്ച് എന്ന് പറയുന്നത് ഊ ആണ്, ഉപാസികയുടെ ഊ, പരമായിട്ട് അച്ചാണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇവിടെ എന്ത് വരും എന്ന് പറയുന്നത്? യാ വരും. എണ് വരും. എണ്ണിൽ യാ വരും. ഇക്കിൻ്റെ സ്ഥാനത്ത് അച്ച് പരമായിട്ടിരിക്കുമ്പോൾ എണ്ണിൽ യാ വരും. അപ്പോൾ സുധി ഉപാസ്യഹ എന്നാവും. അപ്പം നമുക്കൊരു ഡൗട്ട് വരും, ഈ ഇക്കിൻ്റെ സ്ഥാനത്ത് എണ്ണ് വരും എന്ന് പറഞ്ഞു, അത് ഈയുടെ സ്ഥാനത്ത് ഞാൻ തന്നെ വരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഞാൻ തന്നെ വേണമെങ്കിൽ എണ്ണിൽ ഈ ഉണ്ട്, വാ ഉണ്ട്, രാ ഉണ്ട്, ലാ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ പോരെ? യാ തന്നെ വരണം എന്നെങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു സൂത്രമുണ്ട്. യഥാസംഖ്യ മനുദേശ എന്ന് പറയുന്നൊരു സൂത്രമുണ്ട്. യഥാസംഖ്യ അനുദേശ എന്നല്ല, അസ്മിൻ നിധി നിർദ്ദിഷ്ട വിർബസ്യ സ്ഥാനീയ അന്തരതമഹ എന്നൊരു സൂത്രമുണ്ട്. സ്ഥാനീയ അന്തരതമഹ, അതായത് സ്ഥാനീയ അന്തരതമഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ സദൃശതമഹ ആദേശ സ്യാത്. എന്നുവെച്ചാൽ സദൃശ്യമായതാണ് ആദേശമായിട്ട് വരുന്നത്. സദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചാരണ സ്ഥാനം കൊണ്ട് സദൃശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇക്ക് ഈ ആണ്. അപ്പോൾ ഈക്ക് സദൃശ്യമായിട്ടുള്ളത് യാ വാ രാ ല. ഈ ആണ്, ഇക്ക് ഈ ആണ്. ഈക്ക് സദൃശ്യമായിട്ടുള്ള ഇതിൽ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഉച്ചാരണ സ്ഥാനം നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അകൂഹ വിസർജനീയാന കണ്ഠഃ ഇജു യശാന താലു ഋഡുരഷാണ മൂർധ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയില്ലെങ്കിൽ അതും കൂടി ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ ഈ അകൂഹ വിസർജനീയാന കണ്ഠഃ ഇജു യശാന താലു. അപ്പോൾ താലുവിലുള്ളത് ഈ, പിന്നെ ചവർഗങ്ങൾ യാശ, ഇത് ആണ് താലുവിലുള്ളത്. അപ്പം ഈയും പിന്നെ ചവർഗങ്ങൾ യാ. അപ്പോൾ ഓക്കെ, എണ്ണിലെ യാ. അപ്പം ഇക്കിലെ ഈക്ക് സദൃശ്യമായിട്ട് വരുന്ന യായാണ്. പിന്നെ ഊ ഉള്ളത് ഉപൂപത്മാനിയാന ഓഷ്ടം, ഉപൂപത്മാനിയാന.
അകൂഹ വിസർജിച്ചെന്നാലു ഋഡു രഷാണ മൂർധ ഋ രഷാണ രായാണ്. ഋതു ലസാനാൻ ദന്ത ഋന് ലായാണ്. അപ്പോൾ ഊ വാ ഈ യാ ഋ ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഓർഡറിൽ വരുന്നത്. അല്ലാതെ ഈക്ക് സദൃശ്യമായിട്ട് വേറെ അക്ഷരങ്ങൾ എടുക്കാൻ പറ്റില്ല, കാരണം അതിന് സദൃശ്യമായിട്ട് വരുന്നത് യായാണ്. ഓക്കെ, അത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഈ എന്ന് പറയുന്നത് അതിന് സുധി ഉപാസിഹ എന്നുള്ളതിൽ സുധ് പ്ലസ് ഈ ആണ് സുധി. അതിൽ ഇക്ക് എന്ന് പറയുന്നത് ഈ ആണ്. ഇക്കിന് പരമായിട്ട് അച്ചിരിപ്പുണ്ട്. അച്ചെന്ന് പറയുന്നത് ഊ ആണ്. ഇക്കിന് പരമായിട്ട് അച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ഈക്ക് എണ്ണിൽ യാ വരും. അങ്ങനെ സുധ് ഈ ഉപാസിഹാവും, സുധി ഉപാസിഹ എന്നാവും. ഇനി നോക്കൂ, അടുത്തത് മധ്വരിഹി. മധ്വരിഹി എന്നുള്ളതിൻ്റെ മധു പ്ലസ് അരിഹി. മധു ദ് പ്ലസ് ഊ ആണ് മധു. ദ് പ്ലസ് ഊ ആണ് മധു. അതിന് പരമായിട്ടിരിക്കുന്ന അച്ച് എന്ന് പറയുന്നത് സ്വരാക്ഷരം ആയാണ്. അപ്പം ഊയ്ക്ക് പകരമായിട്ട് എന്ത് വരും എന്നാണ് നമ്മൾ പഠിച്ചു. ഊയ്ക്ക് പകരമായിട്ട് വാ വരും. ഈ ഊയ്ക്ക് പകരമായിട്ട് വാ വരും. അങ്ങനെ മധു പ്ലസ് അരി, മധു പ്ലസ് ഊ എന്ന ഇക്കിന് പരമായിട്ട് ആ ഇരിപ്പുണ്ട്. അതിന് എന്താണ് സദൃശ്യമായിട്ട് വരുന്നത്? വായാണ്. അങ്ങനെ മധു പ്ലസ് ഊ, അങ്ങനെ വർണ്ണ സമ്മേളനത്തിലൂടെ മധ്വരിഹി എന്ന രൂപം വരും. ഓക്കെ, മധ്വരിഹി. നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കേ. ഞാൻ നോട്ട്സും കൂടി ഇടുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നോട്ട്സും കൂടി കേട്ടിട്ട് നോട്ട്സും കൂടി വായിച്ചുകൊണ്ട് ക്ലാസ് ചെയ്യുക. ഓക്കെ, ഇനി അപ്പോൾ സുദ്യുപാസിഹ എന്നുള്ള ഒരു പദം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും കൂടി പറയാം. ഇത് നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സാറ് വളരെ കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സുദ്യുപാസിഹ, സുധി ഉപാസിഹ, സുധി ഉപാസിഹ. ഓക്കെ, ഇവിടെ ഇഗോ എനർജി എന്ന സൂത്രം കൊണ്ടിട്ട് നമ്മൾ പഠിച്ചു. ഇഗോ എനർജി എന്ന സൂത്രം കൊണ്ടിട്ട് ഇകാരത്തിന് അല്ലെ ഇക്കിന് ഊ പരമായിട്ടിരിക്കുമ്പോൾ എണ് വരും. ഇഗോ എനർജി എന്ന സൂത്രം കൊണ്ട് അവിടെ ഈ വന്നു. ഇനി അടുത്ത സൂത്രമാണ് അനചീച്ച. അനചീച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അജഹ പരസ്യ യരോ ദ്വേവ, അജഹ പരസ്യ യരോ ദ്വേവാസ്തോ നത്വചി. അച്ചിന് പരമായിട്ട്, അച്ചിൽ നിന്ന് പരമായിട്ട് എര് ഇരുന്നാൽ ആ സ്ഥാനത്ത് വികല്പമായി ദ്വിത്വം വരും. ഓക്കെ, അപ്പം എര് എന്ന് വെച്ചാൽ എന്താ? എര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേശ്വര സൂത്രങ്ങളിൽ ഹയവരട് തൊട്ട് കബയി ശശസര് ഹല്ല് ഇത്രയേ ഉണ്ട്. ശശസരി വരെ, ഹയവരട് തൊട്ട് ശശസരി വരെയാണ്. അപ്പം ഇതിൽ ഉള്ള അതാണ് എര്. അപ്പം അച്ചിന് പരമായിട്ട് ഇവിടെ അച്ച ഏതാ? അപ്പോൾ സു ദ് യു ഉപാസിഹ വരെ നമ്മൾ ഈഗോ എനർജി എന്ന സൂത്രം കൊണ്ട് നമ്മൾ സു ദ് യു ഉപാസിഹ എന്ന് വരെ കണ്ടുപിടിച്ച് വെച്ചു. അപ്പോഴാണ് അനജീജ എന്ന സൂത്രം കൊണ്ട് അവർ പറയാണ്, അച്ചിൽ നിന്ന് പരമായിട്ട് എര് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എര് അചഹ പരസി എരോ ദ്വേവാസ്തോന്റെ ഫോതി. ആ എരിന് രണ്ട് ദ്വിത്വം വരും. അച്ചിൽ നിന്ന് പരമായിട്ട് എരി ഇരുന്ന് കഴിഞ്ഞാൽ എരിന് ദ്വിത്വം വരും. ഇവിടെ സു എന്നുള്ളതാണ്. സ് പ്ലസ് ഊ ആണ്. അവിടെ അച്ച് എന്ന് പറയുന്നത് ഊ ആണ്. സൂയിലെ അച്ച് എന്ന് പറയുന്നത് സ് പ്ലസ് ഊ ആണ്. സ് പ്ലസ് ഊ ആണ് സു എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സു ദ് യു എന്നല്ല ഇവിടെ കൊടുത്തേക്കുന്നത്, സു ദ് യു. അപ്പോൾ ഈ ഇതിൽ
അച്ചിൻ്റെ പരമായിട്ട് എര് എന്ന് പറയുന്നത് ദ് ആണ്. എര് എന്ന് പറയുന്നത് ദ് ആണ്. ഈ ദ് ദിത്യം വരും. അപ്പം അനജീജ എന്ന സൂത്രം കണ്ട് അച്ചിന് പരമായിട്ടിരിക്കുന്ന എരിന് ദിത്യം വരും. ഇവിടെ എര് എന്ന് പറയുന്നത് ദ് ആണ്. അച്ച് എന്ന് പറയുന്നത് സൂവിലെ ഊ ആണ്. അപ്പം അതിനവിടെ ദിത്യം വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ദ് രണ്ടായിട്ട് മാറും. അവിടെ ഇരട്ടിക്കും. അവിടെ ദ് അവിടെ ഇരട്ടിക്കും. സു ദ് യ്. സു ദ് യ്. അനജീജ എന്ന സൂത്രം കൊണ്ടിട്ടാണ് ഇവിടെ ദ രണ്ടാകുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കോട്ടോ. അപ്പോൾ ഇഗോ എനർജി എന്ന സൂത്രം കൊണ്ട് ഈക്ക് പകരം അവിടെ യാ വന്നു. സു ദ് യ് എന്ന അനജീജ എന്ന സൂത്രം കൊണ്ട് ദ രണ്ടാകും. അജഹ പരസി യരോ ദ്വേവ സ്തോ ന ത്വചി. ദ രണ്ടാകുന്നത് അനജീജ എന്ന സൂത്രം കൊണ്ടാണ്. അടുത്ത സൂത്രം നോക്കൂ. ജലാം ജഷ് ജഷി. സോറി, ഇവിടെ ഇത് തെറ്റാണ്. ഇവിടെ ജഷാണ്. നിങ്ങളൊന്ന് തിരുത്തിക്കോളൂ കേട്ടോ. ജലാം ജഷ് ജഷി എന്നാണ്. ജലാം ജഷ് ജഷി. ഈ സൂത്രം കൊണ്ട് ജല്ലിന് ജഷ് വരും, ജല്ലിന് ജഷ് വരും, ജഷ് പരമായിട്ടിരിക്കുമ്പോൾ എന്നുള്ളതാണ്. ഇവിടെ ജല്ലിന് ജഷ് വരും. എന്ത് പരമായിട്ടിരിക്കുമ്പോൾ? ജഷ് പരമായിട്ടിരിക്കുമ്പോൾ എന്നുള്ളതാണ്. ജല്ല് ജഷ് പരമായിരുന്നാൽ അവിടെ ജഷ് വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജല്ലിന് ജഷ് പരമായിരുന്നാൽ ജഷ് വരും. ഓക്കെ. അപ്പം ഇവിടെ സുധ് യു ഉപാസിഹ എന്നുള്ളതിൻ്റെ സുധ് യു ഉപാസിഹ എന്നുള്ളതിൽ ജല്ല് എന്ന് പറയുന്നത് ജല്ലിന് ജഷ് വരും എന്നുള്ളതാണ്. അപ്പം ജല്ലും ജഷും ജഷും ഒക്കെ നമ്മൾ മഹേശ്വര സൂത്രം വെച്ചിട്ടൊന്ന് കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ ജല്ലിന് ജഷ് വരും, ജഷ് പരമായിരുന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? പൂർവ്വദകാരസ്യ ദകാരഹ. അങ്ങനെ വരുമ്പോൾ മുന്നിലിരിക്കുന്ന ഈ ദകാരത്തിന് എന്ത് വരും എന്നാണ് പറയുന്നത്? ദകാരം വരും. ഈ ദകാരത്തിന് ദകാരം വരും. അതാണ് ജലാം ജശോ ജഷി എന്ന സൂത്രം കൊണ്ടിട്ട് എന്താണ് സംഭവിക്കുക? പൂർവ്വദകാരസ്യ ദകാരഹ. പൂർവ്വദകാരത്തിന്, അതായത് ഇവിടെ നിന്ന് പൂർവ്വദകാരത്തിന് ദകാരം വരും. അപ്പം അനജീജ എന്ന സൂത്രം കൊണ്ടിട്ടാണ് നമുക്ക് ദ്വിത്വം വരുന്നത്, ദകാരത്തിന് ദ്വിത്വം വരുന്നത്. ജലാഞ്ജഷ്ടശി എന്ന സൂത്രം കൊണ്ടിട്ടാണ് പൂർവ്വദകാരത്തിന് ദകാരം വരുന്നത്. പൂർവ്വദകാരത്തിന് ദകാരം വരുന്നത്. ഓക്കെ. ഇനി സംയോഗാന്തസ്യ ലോഭഃ അലോ അന്ത്യസ്യ എണഃ പ്രതിഷേധോ വാചിഹ എന്നൊക്കെ സൂത്രങ്ങൾ കൊണ്ടിട്ട് സുദ്യുപാസ്യഃ എന്നൊരു രൂപം വരും. സംയോഗാന്തസ്യ ലോഭഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംയോഗാന്തസ്യ ലോഭഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമിരിക്കുന്ന അക്ഷരത്തിന്, അതായത് ഏത് പദമാണ് സംയോഗാന്തസ്യ യത് പദം തത് അന്തസ്യ ലോഭഃ. സംയോഗാന്തമായ പദത്തിൻ്റെ അന്ത്യത്തിന് ലോപം വരും. ഇവിടെ സംയോഗാന്തമായിട്ടിരിക്കുന്ന അക്ഷരം യു ആണ്, അതിന് ലോപം വരും എന്ന് പറഞ്ഞു. എന്നാൽ അലോ അന്ത്യസ്യ എണഃ പ്രതിഷേധ വാചിഹ. അലോ അന്ത്യസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഷ്ടി നിർദ്ദിഷ്ടേ അന്യഃ അല് ആദേശഃ സ്യാത് ഇത് യലോപേ പ്രാപ്തേ. അതും യായ്ക്ക് ലോപം വരും എന്ന് പറയുമ്പോൾ എണഃ പ്രതിഷേധ വാചിഹ എന്നൊരു വാർത്തിക കൊണ്ട് ആ യായുടെ ലോപം നിഷേധിക്കപ്പെടും. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് സുദ് യു ഉപാസ്യഹ എന്നുള്ളതിൻ്റെ വർണ്ണസമ്മേളനത്തോടു കൂടി സുദ്യുപാസ്യഹ എന്നൊരു രൂപം വരും. അതിനകത്തെ ദകാരത്തിൻ്റെ രണ്ട് ദകാരമുണ്ട്. അതിൽ ദ്വിത്വ അഭാവപക്ഷി, അതിൽ രണ്ടുള്ളത് അതിൽ ഒന്ന് പോകുമ്പോൾ സുദ്യുപാസ്യഹ എന്നാവും. സുദ്യുപാസ്യഹ എന്നല്ലേ സുദ്യുപാസ്യഹ എന്നുള്ളത് സുദ്യുപാസ്യഹ എന്നാവും. അപ്പം നിങ്ങൾ ഇതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് വായിച്ച് പഠിക്കുക. കാരണം ഒരു പക്ഷേ ഇങ്ങനെയായാലും ഒരു പ്രാവശ്യം ചോദിച്ചത്, അതായത് ഈ സൂത്രങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഈഗോ എനർജി അനജീജ ജലാം ജഷോ ജഷി സംയോഗാന്തസ്യ ലോഭഃ അലോ അന്ത്യസ്യ എന്നുള്ള ഇത്രയും സൂത്രങ്ങൾ കൊടുത്തിട്ട് ഇതിൻ്റെ ഓർഡർ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് വായിച്ചു വെക്കാം.
ഇനി നമുക്കടുത്ത ആയാതി സന്ധിയാണ് അടുത്തത്. ആയാതി സന്ധി. ഏജോ അയവായവഹ. ഏജഹ ക്രമാത് അയ് അവ് ആയി ആവ് ഏതേ സ്യൂരജി. ഏജോ അയവായവഹ. ഏച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഓൺ റുലക് എ ഓങ് ഐ ഔച്ച്, അതാണ് ഏച്ചുകൾ. ഏച്ചുകളിൽ എ ഓങ് ഐ ഔച്ച്. മഹേഷ സൂത്രങ്ങളിൽ എ ഓങ് ഐ ഔച്ചിലെ ഏച്ച് എ ഓ ഐ ഔ ഇതുകളാണ് ഏച്ച് എന്ന് പറയുന്നത്. ഈ ഏച്ചിന് ക്രമാത് ഐ അവ് ആയി ആവ് എന്നിങ്ങനെ വരും. ഓക്കെ, നമുക്കത് എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹരേ എ എന്നുള്ളത് ഹരേ എന്നുള്ളതിന് ഹര് പ്ലസ് എ ആണ് ഹരേ. അതിന് പരമായിട്ട് എന്തുണ്ട്? എ ഉണ്ട്, അച്ചുണ്ട്. അപ്പം ഏച്ചുമാണ്, പരമായിട്ട് അച്ചുമുണ്ട്. അപ്പം എന്ത് ആദേശം വരും? ഐ ആദേശം വരും. ഐ ആണ് ആദേശം വരുന്നത്. അപ്പം ഹരേ എന്നുള്ളതിൻ്റെ അവിടെ ഐ ആദേശം വരും. എ എന്നുള്ള ഭാഗത്ത് ഐ ആണ് ആദേശം വരുന്നത്. എ ഉള്ള ഭാഗത്ത് ഐ ആദേശം വരും. അപ്പം ഹര് പ്ലസ് ഐ പ്ലസ് എ, ഹര് പ്ലസ് ഐ പ്ലസ് എ ചേർത്ത് വായിക്കുമ്പോൾ ഹരേ എന്നാവും. അടുത്തത് നോക്കി, നൈ അകഹ. ഇവിടെ നമ്മൾ പറഞ്ഞു എയ്ക്ക് ഐ വരും, ഐക്ക് ആയി വരും, ഓയ്ക്ക് ആവ് വരും, ഔന് ആവ് വരും. ഇവിടെ നൈ അകഹ, നൈ ന് പ്ലസ് ഐ ആണ്. ഐക്ക് എന്താണ് വരുന്നത്? ഐക്ക് എന്താണ് വരുന്നത്? ഐക്ക് ആയാണ് വരുന്നത്. ഐക്ക് ആയി ആണ് വരുന്നത്. അന്നേരം ന് പ്ലസ് ഐ അകഹ നായകഹ. നൈ അകഹ ആണ് നായകഹ. ഓക്കെ, ഓയ്ക്ക് എന്താ വരുന്നത്? നമ്മളിവിടെ പറഞ്ഞു ഓയ്ക്ക് വരുന്നത് ആവാണ്. ഓയ്ക്ക് വരുന്ന ആവാണ്. ഔന് വരുന്നതും ആവ്. ഓയ്ക്ക് വരുന്ന അവ്, ഔന് വരുന്നത് ആവ്. ഇവിടെ ഓ വിഷ്ണു എ ആണ്. ഇവിടെ വിഷ്ണു എ എന്നുള്ളതിന് വിഷ്ണു എ എന്നുള്ളിടത്ത് ഇവിടെ എ ആണ് കേട്ടോ. ഓകാരത്തിന് പരമായിട്ട് അച്ചിരിപ്പുണ്ട്. അപ്പോഴവിടെ വരുന്നത് ഔ ആണ്. ഏജോ അയവായവഹ എന്ന സൂത്രം കൊണ്ട് ഔ ആണ് വരുന്നത്. അന്നേരം ഈ ഓയ്ക്ക് പരമായിട്ട് അവിടെ എന്ത് വരും? ഓ, ഇവിടെ ഓയാണ്. ഈ ഓയ്ക്ക് പരമായിട്ട് ഔ വരും. അന്നേരം വിഷ്ണു പ്ലസ് അവ് പ്ലസ് എ. അപ്പോൾ വരികയാണ് വിഷ്ണവേ. പാവകഹ വരുന്നത് പൗ പ്ലസ് അകഹ. പൗ എന്ന് വെച്ചാൽ പ് പ്ലസ് ഔ ആണ്. പരമായിട്ടിരിക്കുന്നത് അച്ച് ആയാണ്. അപ്പോൾ ഈ ഔവിൻ്റെ സ്ഥാനത്ത് വരുന്നത് ആവാണ്. ആ ഒരു പ് പ്ലസ് ആവ് പാവകഹ. പ് പ്ലസ് ആവ് പാവകഹ. അപ്പോൾ ഏജോ അയവായ എന്ന സൂത്രം കൊണ്ടിട്ട് ഏയ്ക്ക് ഐ വരും, ഏയ്ക്ക് ഐ വരും, ഓയ്ക്ക് ഔ വരും, ഐക്ക് ആയി വരും, ഔവിന് ആവ് വരും. അത് ഓർഡറിലൊന്ന് പഠിച്ചിട്ട് ഏജോ അയവായവഹ. അപ്പം ഏച്ചിന് ക്രമാത് ഐ അവ് ആയി ആവ്. ആ ക്രമത്തിൽ പഠിച്ചത് ഏച്ച് എന്ന് പറഞ്ഞാൽ എ ഓ ഐ ഔ എന്നുള്ളതാണ് ഏച്ചുകൾ. അതിന് ക്രമാത് ഐ അവ് ആയി ആവ് എന്നിങ്ങനെ വരും. ഇനി അടുത്തത് വാന്തോയി പ്രത്യയം. വാന്തോയി പ്രത്യയം എന്ന് വെച്ച് കഴിഞ്ഞാൽ യകാരാദോ പ്രത്യേ പരേ ഓദൗദോർ അവ് ആവ് ഏതോ സ്ത്രൂഹു. അപ്പം യകാരാദോ പ്രത്യേ പരേ ഓദൗദോർ ഔവ് ആവ് ഏതോ സ്ത്രൂഹു.
അതായത് ഓ ഔ ഇവയ്ക്ക് ശേഷം ഓ ഔ ഇവയ്ക്ക് ശേഷം യകാരാദിയായ പ്രത്യയം വന്നാൽ, യായിൽ തുടങ്ങുന്ന ഏതെങ്കിലും പ്രത്യയം വന്നാൽ അവയുടെ സ്ഥാനത്ത് ക്രമത്തിൽ എന്ത് വരുമെന്നാണ് പറയുന്നത്? അവ്, ആവ് എന്നിവ വരും. അവ്, ആവ് എന്നിവ വരും. യകാരാദ്യമായ പ്രത്യയത്തിന് പരമായിട്ട് എന്താണ്? യാ തുടങ്ങിയ പ്രത്യയം, അത് യായിൽ തുടങ്ങുന്ന പ്രത്യയം, അത് ഒന്നുകിൽ യായിൽ തുടങ്ങിയ പ്രത്യയം, ഒന്നെങ്കിൽ എം ആവാം, അല്ലെങ്കിൽ എണ്ണാവാം. എന്ത് യായിൽ തുടങ്ങി ഏത് പ്രത്യയം ഇരുന്ന് കഴിഞ്ഞാലും അവിടെ ഓയ്ക്ക് പകരമായിട്ട് എന്ത് വരും? ഓയ്ക്ക് പരമായിട്ട് ഔവും ഔവിന് പരമായിട്ട് ആവും വരും. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഗോയം, ഗോ എന്ന് പറയുന്നത് ഗ പ്ലസ് ഓയാണ്. ഗ പ്ലസ് ഓയാണ് ഗോ എന്ന് പറയുന്നത്. ഗ പ്ലസ് ഓയാണ് ഗോ എന്ന് പറയുന്നത്. അവിടെ ഓയ്ക്ക് പകരം നമ്മൾ പരമായിട്ട് യായാണ്. എന്നുവെച്ചാൽ യാ പ്രത്യയമാണ്. എം എന്ന് പറയുന്നത് യാ പ്രത്യയമാണ്. യായിൽ തുടങ്ങുന്ന ഒരു പ്രത്യയമാണ്. അപ്പം അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഓകാരത്തിന് അവു വരും. ഓകാരത്തിന് ഇവിടെ അവല്ലേ? ഓകാരത്തിന് ഇവിടെ അവു വന്നു. ഓകാരത്തിനിവിടെ അവു വന്നു. അപ്പം അങ്ങനെ ഗ ആവ് യം, ഗവ്യം എന്നുള്ള രൂപം വന്നു. ഇനി ഗുണസന്ധി. ഗുണസന്ധിയിൽ അധേം ഗുണഃ. അധേം ഗുണഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏങ് ച ഗുണസപ്ഞ സ്യാത്. ഗുണസപ്ഞ വിധായകം സൂത്രം ഇത്. ഗുണസപ്ഞ വിധിക്കുന്ന സൂത്രമാണ് ഇത്. അത് ഏങ് ച ഗുണസപ്ഞ സ്യാത്. അതും ഏങ്ങുമാണ് ഗുണങ്ങൾ. അപ്പം അത് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഹ്രസ്വ അകാരഃ. ഹ്രസ്വമായ അകാരമാണ് അത് എന്ന് പറയുന്നത്. ഏങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓ ആണ് ഗുണങ്ങൾ. അപ്പം ഗുണങ്ങൾ ഏതൊക്കെയാണ്? ആ, എ, ഓ, ഇതാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ആദ്ഗുണഃ. ആദ്ഗുണഃ അവർണാദ് അജിപരേ പൂർവപരയോരേകോ ഗുണോ ആദേശഃ സ്യാത്. അവർണാദ് അജിപരേ, അവർണത്തിൽ നിന്നും ആ എന്ന അക്ഷരത്തിൽ നിന്ന് പരമായിട്ട് അച്ച് വന്നാൽ, ആ എന്ന അക്ഷരത്തിൽ നിന്നും പരമായിട്ട് അച്ച് സ്വരം വന്നാൽ എന്ത് സംഭവിക്കും? പൂർവപരങ്ങളുടെ സ്ഥാനത്ത് പൂർവപരയോരേകോ ഗുണഃ സ്യാത്. പൂർവപരങ്ങളുടെ സ്ഥാനത്ത് ഒരു ഗുണം വരും. ഇപ്പം ആ എന്ന് പറയുന്ന ഒരക്ഷരം, ആ എന്ന് പറയുന്ന അക്ഷരത്തിൽ ഇവിടെ നോക്കിക്കോളൂ. ഉപ ഇന്ദ്രഃ. ഉപ എന്ന് പറയുന്നതിൻ്റെ ഉപ എന്ന് പറയുന്നത് ഉപ്പ് പ്ലസ് ആയാണ് ഉപ. ഉപ്പ് പ്ലസ് ആയാണ് ഉപ. ഇവിടെ അതിൻ്റെ പരമായിട്ടിരിക്കുന്നത് ഒരച്ചാണ് അല്ലേ? ഇന്ദ്രഹ എന്നുള്ളതിൻ്റെ ഒരച്ചാണ് ഇന്ദ്രഹ. അപ്പം നമ്മൾ പറഞ്ഞു ആ എന്ന അക്ഷരത്തിൽ നിന്ന് പരമായി, ആ എന്ന അക്ഷരത്തിൽ നിന്ന് പരമായിട്ട് സ്വരം വരണം. സ്വരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ആണ്, സ്വരാക്ഷരമാണ്, അച്ചാണ് ഈ. പരമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? അതിന് രണ്ടിനും കൂടി ഗുണം വരും. അപ്പം ഈ അകാരത്തിനും ഇകാരത്തിനും കൂടെ ഒരു ഗുണം വരും. അകാരത്തിനും ഇകാരത്തിനും ഗുണം ഏതാണ്? ആ പ്ലസ് ഇ. ആ പ്ലസ് ഇ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നത് എ ആണ്. ഇനി ആ പ്ലസ് ഇ ആണെങ്കിൽ അതിനും വരുന്ന എ ആണ്. ആ പ്ലസ് ഇ വന്നാലും അതും എ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർഡർ ഓർത്ത് വെച്ചേക്കൂ. ആ അല്ലെങ്കിൽ ആയും ഇ അല്ലെങ്കിൽ ഇയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എ ആണ് വരുന്നത്. അപ്പം ആയും ഇയും കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് വരുന്നത്? എ ആണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇനി എന്ത് മാത്രമേ ഉള്ളൂ? ഉബ് പ്ലസ് ഗുണങ്ങൾ വെട്ടിക്കളഞ്ഞു എ, പിന്നെന്താണ്? ഇന്ദ്രഹ എന്ന് മാത്രമല്ല, ഈ നമുക്ക് വെട്ടിപ്പോയി. അപ്പം എങ്ങനെയാണ് വരുന്നത്? ഉബ് പ്ലസ് എ, ഉപേ ഇന്ദ്ര.
ഉപേന്ദ്രഃ എന്നായി. ഓക്കെ, ഉപേന്ദ്രഃ, അതായത് ഉപ ഇന്ദ്രഃ, അതിൽ അകാരം ഇകാരോടെ വെട്ടിപ്പോയിട്ട് അവിടെ ഏകാരം വന്നു. അകാരം ഇകാരോടെ വെട്ടിപ്പോയിട്ട് അവിടെ ഏകാരം വന്നപ്പോൾ ഉപേന്ദ്രഃ എന്നായി. ഇനി ഗംഗാ ഉദകം, ഗംഗയുടെ ഗംഗ എന്നുള്ളിടത്തെ അകാരവും ഉദകത്തിലുള്ള ഉകാരവും, അകാരവും അകാരം ഉകാരം കൂടെ ചേരുമ്പോൾ ഓകാരമായി മാറും. അകാരവും ഉകാരോടെ വെട്ടിപ്പോയപ്പോൾ ഓകാരമായി മാറി ഗംഗോദകം എന്നുള്ള രൂപം വന്നു. ഇനി ഉരൻ രബരഹ. ഉരൻ രബരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋ ഇതി ത്രിംശതഃ സംജ്ഞ ഇത്യുക്തഃ. ആ ഋ എന്നുള്ളത് പഠിച്ചു വെച്ചേക്കും. ഋ എന്നുള്ളത് ത്രിംശതഃ 30 അക്ഷര സംജ്ഞ, 30 സംജ്ഞകളുണ്ട്. ഋന് 30 സംജ്ഞകളുണ്ട്. അതായത് നമ്മൾ ആ സംജ്ഞാപ്രകടനത്തിൽ പഠിക്കും ഓരോ അക്ഷരങ്ങൾക്ക് എത്ര ഭേദങ്ങളുണ്ട് എന്നുള്ളത്. അതിൽ ഋ എന്ന് പറയുന്നത് പിന്നെ 18, ഋകാരത്തിന് 18 ഭേദങ്ങളുണ്ട്, ഋകാരത്തിന് 12 ഭേദങ്ങളുണ്ട്. ഈ ഋകാരവും ഒരേ ഇതിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഋകാരത്തിൻ്റെ 18 ഭേദങ്ങൾ, ഋകാരത്തിന് 12 ഭേദങ്ങൾ ചേർന്ന് 30 ഭേദങ്ങളാണ് ഋകാരത്തിനുള്ളത്. അപ്പോൾ ഋ ഇതി ത്രിംശതഃ സംജ്ഞ ഇത്യുക്തഃ. തസ്ഥാനെ യോ ആണ് സ രബരഃ സദേശ രബരഃ സന്നേവ പ്രവർത്തതേ. രബരഃ സന്നേവ പ്രവർത്തതേ. ഇവിടെ ഋ എന്നതിന് പരമായിട്ട് അണ് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ രായോ ലായോ വരും. ഇപ്പം കൃഷ്ണ ഋതിഹി, കൃഷ്ണ ഇവിടെ ആയാണ്, അതായത് കൃഷ്ണ ണ്, അവിടെ ഒരു സ്വരമുണ്ട്, ഒരു അണുണ്ട്, അതിൻ്റെ പരമായിട്ട് ഋ ആണിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും എന്നാണ് പറയുന്നത്? ഉരൻ രബരഹ എന്ന സൂത്രം കൊണ്ട് അവരെ രായോ ലായോ വരും. പക്ഷെ ഇവിടെ നമുക്ക് ഗുണസന്ധി വെച്ചിട്ട് അതായത് അകാര ഋകാര ഗുണസന്ധി വെച്ചിട്ട് അവിടെ എന്താണ് അര് എന്ന ആദേശം വരും. ഗുണസന്ധി വെച്ചിട്ട് അവിടെ അര് വരും. അപ്പോൾ അവിടെ കൃഷ്ണ അർദ്ധിഹി, ഉരൻ രബരഹ എന്ന സൂത്രവും ഗുണസന്ധിയും കൂടെ ചേർന്നിട്ട് അവിടെ അരി വരും, കൃഷ്ണാർദ്ധിഹി. ഇത് ഞാൻ നോട്ട്സ് ഇട്ട് തരാം. ഫസ്റ്റ് നിങ്ങൾ ആ നോട്ട്സും കൂടി എടുത്ത് വെച്ചിട്ട് വായിച്ച് നോക്കിയിട്ട് ക്ലാസ് കൂടി കേൾക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ശരി.